ഇന്നത്തെ ബി ഹൗസിലെ ഗെയിം ചേഞ്ചർ ആരാണെന്ന് ചോദിച്ചാൽ നിസ്സംശയം പറയാം ജിൻഡോയാണെന്ന്. വേറെ ലെവൽ ഒരു ഗെയിമർ തന്നെയാണ് താനെന്ന് ജിൻഡോ ഇന്ന് തെളിയിച്ചു. അടുത്ത വീക്കിലെ പവർ ടീമിനുള്ള മത്സരമായിരുന്നു ഇന്ന്. പോയിന്റ്സിൽ മുന്നിൽ നിൽക്കുന്ന ടണൽ ടീമും പവർ ടീമും തമ്മിലുള്ള മത്സരമായിരുന്നു. പൂജ, അഭിഷേക് ശ്രീകുമാർ, ഋഷി ഇവരൊക്കെയുള്ള ടീമാണ് ടണൽ. ഇവര് തമ്മിലുള്ള ഒരു മടംവലി മത്സരമാണ് അവിടെ നടന്നത്. മത്സരത്തിൽ പങ്കെടുക്കാത്ത മറ്റ് ടീമിന് തങ്ങൾക്ക് ഇഷ്ടമുള്ള ടീമിനെ സപ്പോർട്ട് ചെയ്യാമെന്ന് ബിഗ് ബോസ് അനൗൺസ് ചെയ്തു. അങ്ങനെ നമ്മുടെ സീക്രട്ട് ഏജന്റ് സായി ഇപ്പോൾ ജാസ്മിൻ ഏജന്റ് ആയതുകൊണ്ട് തന്നെ ഗബ്രിയുടെ പവർ ടീമിനെ ജയിപ്പിക്കണമെന്ന് ജിൻഡോയോട് ആവശ്യപ്പെട്ടു. അങ്ങനെ ടീമിലുള്ള ബാക്കി എല്ലാവരെയും സെറ്റ് ചെയ്ത് കൂടെ നിർത്താൻ മാക്സിമം സായി ശ്രമിച്ചു. എന്നാൽ ജിൻഡോ എല്ലാരും പറയുന്ന പോലെ ഒരു മണ്ടനല്ല എന്ന് ശരിക്കും തെളിയിച്ച ഒരു ബ്രില്യൻ ഗെയിം ആയിരുന്നു ഇന്ന്. പവർ ടീമിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ എണ്ണീക്കാൻ പറഞ്ഞപ്പോൾ ആദ്യം എണ്ണീറ്റത് സായിയുടെ ടീമായ ഡെന്നും എഴുന്നേറ്റു. അപ്പോഴാണ് ബിഗ് ബോസിന്റെ ഒരു ഉഗ്രൻ ട്വിസ്റ്റ്. ആർക്കെങ്കിലും വേണമെങ്കിൽ ഇൻഡിവിജ്വലായും ആരെയാണോ സപ്പോർട്ട് ചെയ്യുന്നേ ആ ടീമിനൊപ്പം കൂടെ കളിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ജിൻഡോ മാത്രം ഡെൻ ടീമിൽ നിന്നും ടീം ടണലിനെ സപ്പോർട്ട് ചെയ്യാനായി പോയി. അവിടെയാണ് ശരിക്കുള്ള ജിൻഡോ എന്ന ഗെയിമറെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒറ്റയ്ക്ക് ഇൻഡിവിജ്വലായി ആരുടെയും ഇൻഫ്ലുവൻസ് ഇല്ലാതെ സ്വന്തം തീരുമാനത്തിൽ കളിക്കുന്ന ജിൻഡോയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഇത്രനാൾ മണ്ടൻ എന്ന് വിളിച്ചവരാണ് ശരിക്കും മണ്ടന്മാർ എന്ന് ജിൻഡോ തെളിയിച്ചു. അങ്ങനെ വടംവലി ടാസ്കിൽ ടീം ടണൽ തന്നെയാണ് വിജയിച്ചത്. ടീമിനെ വിജയിപ്പിച്ചത് മറ്റാരുമല്ല, നമ്മുടെ മല്ലയ്യ ജിൻഡോ തന്നെ. ഈ മത്സരത്തിലെയും മറ്റ് മത്സരങ്ങളുടെയും പോയിന്റുകളുടെ അടിസ്ഥാനത്തിൽ ടണൽ ടീം തന്നെയാവും നെക്സ്റ്റ് വീക്കിലെ പവർ ടീം. ടീമിനെ വിജയിപ്പിച്ച നമ്മുടെ ജിൻഡോ തന്നെയാവും ക്യാപ്റ്റൻ ആവാനും സാധ്യത. എന്നാലും ജിൻഡോയുടെ ഒരു ഗംഭീര പെർഫോമൻസ് ആണ് ഇന്നത്തെ ലൈവിൽ നമുക്ക് കാണാൻ സാധിച്ചത്. കോണ്ടന്റ്സ് ഇഷ്ടമായാൽ മറക്കാതെ കൂടുതൽ അപ്ഡേറ്റ്സിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. മീഡിയ സ്കോപ്പ് ഫോർ യു.